വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. കേരളത്തിലുള്ള എല്ലാ സാധാരണ ജനങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പുവരുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നമ്മുടെ തപാൽ വകുപ്പ് ഇറക്കിയിട്ടുള്ള ഒരു പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. തപാൽ വകുപ്പ് നിവാബൂപ്പ എന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നുകൊണ്ടാണ് ഒരു പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ ജനങ്ങൾക്കായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. 899 രൂപയ്ക്ക് 15 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ആണ് ഈ ഒരു പദ്ധതി നമുക്ക് തരുന്നത്. തപാൽ വകുപ്പിന് കീഴിലുള്ള IPPB, അതായത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പോസ്റ്റ് ഓഫീസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ബേസിക് എലിജിബിലിറ്റി എന്നുള്ളത് ഒരു IPPB അക്കൗണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 200 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു അക്കൗണ്ട് എവിടെ നിന്നും ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ ഏതൊരു ഓഫീസിൽ നിന്നും നമുക്ക് ഇത് എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ 200 രൂപയുടെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പദ്ധതിയുടെ അകത്ത് ചേരാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ബേസിക്കലി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതൊരു ടോപ്പ് അപ്പ് പ്ലാൻ ആണ്. ടോപ്പ് അപ്പ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റു പോളിസികളുടെ കൂടെ ടോപ്പ് അപ്പ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡിഡക്റ്റബിൾ ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുക. അതായത് 2 ലക്ഷം മുതൽ 2 ലക്ഷമാണ് മിനിമം ഇതിന് ഡിഡക്റ്റബിൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കവറേജ് കിട്ടില്ല. തുടർന്ന് വരുന്ന 2 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ കവറേജ് കിട്ടുക. അപ്പൊ അത് നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് സാധാരണ ഇൻഷുറൻസ് പ്ലാൻ അല്ല, ഒരു ടോപ്പ് അപ്പ് ഇൻഷുറൻസ് പദ്ധതിയാണ്. അപ്പൊ ആദ്യത്തെ 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വേറൊരു ഇൻഷുറൻസ് പ്ലാൻ ഉണ്ടായിരിക്കുക നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആദ്യം വരുന്ന 2 ലക്ഷത്തിന് നമുക്ക് കവറേജ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു വർഷത്തിൽ നമുക്ക് വരുന്ന ആദ്യത്തെ 2 ലക്ഷം രൂപയ്ക്ക് ക്ലെയിം കിട്ടില്ല. തുടർന്ന് അതേ വർഷം വരുന്ന 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന 15 ലക്ഷം വരെയുള്ള ക്ലെയിമുകൾ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ IPPB നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആയിട്ട് ടൈപ്പ് ആയിട്ടുള്ള ആശുപത്രികളിലാണ് നമുക്ക് ഇതിന്റെ ഫെസിലിറ്റീസ് കിട്ടുക. നമുക്കിതിന് ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉള്ളതാണ്. പിന്നെ 4 തരത്തിലാണ് ഈ പദ്ധതി ലഭ്യമാക്കിയിട്ടുള്ളത്. 899 രൂപ എന്നുള്ളത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. ഒരു വ്യക്തിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുമ്പോൾ 899 രൂപയാണ് ഒരു വർഷത്തേക്ക് അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ 2 അഡൾട്ട്, ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ആവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ 2 അഡൾട്ട് വരുമ്പോൾ നമുക്ക് 1399 രൂപയാണ് നമുക്ക് അടയ്ക്കേണ്ടത്. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ്, ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയും കൂടി ഉണ്ടെങ്കിൽ 1799 ആണ്. ഇനി ഭാര്യയും ഭർത്താവും 2 കുട്ടികളും ഉണ്ടെങ്കിൽ 2199 ആണ് ഇതിന്റെ നിരക്ക് വരുന്നത്. ഇങ്ങനെ 4 തരത്തിലാണ് ഇതിന്റെ പ്രീമിയം കാൽക്കുലേഷൻ വരുന്നത്. പിന്നെ അത് എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു സ്ഥിരം ഡൗട്ടാണ്, മറ്റേതെങ്കിലും ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്കിത് എടുക്കാം, കാരണം ഇതൊരു ടോപ്പ് അപ്പ് പ്ലാൻ ആണ്. അപ്പോൾ ആദ്യത്തെ 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇവിടെ കവറേജ് ഇല്ലാത്തത് കൊണ്ട് 2 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പ്ലാൻ എടുത്തതിന് ശേഷം വേണം ഈ ഒരു ടോപ്പ് അപ്പ് പ്ലാൻ എടുക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഇൻഷുറൻസിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രയോജനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആദ്യത്തെ 2 ലക്ഷം രൂപ വരെ നമുക്ക് കവറേജ് കിട്ടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം അറിയണം. അതുപോലെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിലവിലെ അസുഖങ്ങളുള്ളവർക്ക് ഇതിനകത്ത് ചേരാനായിട്ട് സാധിക്കില്ല. ഇവർ ഒരു ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്, എക്സ്ക്ലൂഷൻ ലിസ്റ്റ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഡീറ്റെയിൽസ് വെക്കുന്നുണ്ട്. അപ്പൊ അത്തരം അസുഖങ്ങൾ ഉള്ളവർക്ക് ഒരിക്കലും ഈ ഒരു പ്ലാനിനകത്ത് ചേരാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ചെറിയ അസുഖങ്ങൾ, മൈൽഡ് ആയിട്ടുള്ള ചെറിയ അസുഖങ്ങൾ ഉള്ളവർക്ക് നിബന്ധനകൾക്ക് വിധേയമായിക്കൊണ്ട് ഇതിനകത്ത് ചേരാനായിട്ട് പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അനുവദിക്കുന്നതാണ്. അത് അവർക്കാണ് അതിന്റെ കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ തരം അസുഖങ്ങൾക്ക് ഇതിനകത്ത് ചേരാൻ സാധിക്കില്ല എന്നുള്ളത് എക്സ്ക്ലൂഷൻ ലിസ്റ്റിനകത്ത് ഉണ്ട്. അപ്പൊ അത് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് ഡീറ്റെയിൽസ്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതകൾ, മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത്, നമുക്ക് ആധുനിക ചികിത്സകൾ, മോഡേൺ ട്രീറ്റ്മെന്റ്സിന് നമുക്ക് ഇവിടെ കവറേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡേ കെയർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് നമുക്ക്, അപ്പൊ അതിനൊക്കെ ഇതിനവിടെ കവറേജ് ഉണ്ട്. അതുപോലെ തന്നെ എമർജൻസി ഗ്രൗണ്ട് ആംബുലൻസ് ക്ലിയറൻസ്, അപ്പൊ ആംബുലൻസിന്റെ ചാർജും കൂടെ നമുക്ക് ഈ ഒരു പ്ലാനിനകത്ത് കവർ ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊരു മെയിൻ അട്രാക്ഷൻസ് ആണ് ഈ ഒരു പ്ലാനിനെ സംബന്ധിച്ച്.
അതുപോലെ തന്നെ ഇതിന്റെ ബേസിക് എലിജിബിലിറ്റി പറയുമ്പോൾ ഇതിന്റെ പോളിസി കാലാവധി വരുന്നത് 1 വർഷമാണ്. 1 ഇയറിനുള്ളതാണ് ഈ പ്രീമിയം. നേരത്തെ 899 എന്ന് പറയുന്നത് 1 വർഷത്തേക്കുള്ള പ്രീമിയമാണ്. പിന്നെ ഇതിന്റെ ചേരുമ്പോഴുള്ള പ്രായം, അതായത് 18 വയസ്സ് മുതൽ പ്രായപൂർത്തി അഡൾട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയാണ് നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 60 വയസ്സിന് മുമ്പ് നമുക്ക് ഈ പ്ലാനിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കുട്ടികളാണെങ്കിൽ 91 ദിവസം, ജനിച്ച് 91 ദിവസം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചേരാം. അതുപോലെ 21 വയസ്സ് വരെയാണ് കുട്ടികളുടെ ഏജ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ 21 വയസ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫാമിലി ആയിട്ട് ഫ്ലോട്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ 21 വയസ്സ് കഴിഞ്ഞ് കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് നിന്ന് പുറത്താവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാനുകൾ 1 അഡൾട്ട് ആയിട്ട് എടുക്കാം, 2 അഡൾട്ട് പ്ലസ് 1 ചൈൽഡ്, 2 അഡൾട്ട് പ്ലസ് 2 ചൈൽഡ്, ഈ രീതിയിലാണ് ഇതിന്റെ പ്ലാനുകൾ വരുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ള ഇപ്പോൾ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, ഇങ്ങനെയുള്ള 3 റിലേഷനുള്ള ആളുകൾ മാത്രമേ നമുക്കൊരു ഫ്ലോട്ടറായിട്ട് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ 15 ലക്ഷം രൂപയാണ് ഇതിന്റെ കവറേജ് വരുന്നത്. അതിൽ 2 ലക്ഷം രൂപ ഡിഡക്റ്റബിൾ ഓപ്ഷനാണ്. ഇനി ഇതിന്റെ ഉപവിഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഇൻപേഷ്യന്റ് പരിചരണം നമുക്ക് 15 ലക്ഷം രൂപ വരെ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് റൂം എടുക്കാൻ സാധിക്കുന്നത് സിംഗിൾ റൂമാണ് നമുക്ക് ഇതിനകത്ത് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. മറ്റു റൂമുകൾ എടുക്കുമ്പോൾ നമുക്ക് കവറേജ് കിട്ടില്ല. അതുപോലെ തന്നെ ICU കവറേജ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് 15 ലക്ഷം രൂപ വരെ തന്നെയാണ് കിട്ടുന്നത്. ഡേ കെയർ ചികിത്സയിലേക്ക് വരുമ്പോൾ ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 536 ഡേ കെയർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അത്തരം ട്രീറ്റ്മെന്റ്സിനെല്ലാം നമുക്കിവിടെ അടിസ്ഥാന സംഖ്യ വരെ, ഇപ്പോൾ 15 ലക്ഷം രൂപയുടെ കവറേജ് നമ്മൾ എടുക്കുമ്പോൾ അത്രയും വരെ നമുക്ക് ഇതിന് കവറേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഇൻപേഷ്യന്റ് ആശുപത്രി പ്രവേശനത്തിന് മുമ്പുള്ള മെഡിക്കൽ ചെലവുകൾ ഇതിനകത്ത് കവർ ചെയ്യും. 30 ദിവസം മുമ്പുള്ള, ഇപ്പൊ നമുക്കൊരു സർജറി എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിന് 30 ഡേയ്സിന് മുമ്പുള്ള കാര്യങ്ങൾ, മെഡിക്കൽ ചെലവുകളൊക്കെ ഇതിനകത്ത് കവർ ചെയ്ത് നമുക്ക് കിട്ടും. അതും 15 ലക്ഷം വരെയാണ് മാക്സിമം നമുക്ക് ലിമിറ്റ് ഉള്ളത്. പിന്നെ ഡിസ്ചാർജ് ആയി പോയതിനു ശേഷം 60 ദിവസം വരെ നമുക്ക് ഇതിന്റെ കവറേജ് ഉണ്ട്. അതും മാക്സിമം 15 lakhs ആണ് നമുക്ക് ഇതിന്റെ കവറേജ് കിട്ടുക. അതുപോലെ തന്നെ അവയവം മാറ്റിവെക്കല്, അങ്ങനത്തെ കേസിൽ നമുക്ക് 15 ലക്ഷം രൂപയുടെ കൂടെ കവറേജ് ഉണ്ട്. പിന്നെ ഇന്ത്യക്കുള്ളിലാണെങ്കിൽ ആംബുലൻസ് സർവീസിന് വേണ്ടിയിട്ട് 1000 രൂപ നമുക്ക് പെർ അഡ്മിഷന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ മോഡേൺ ട്രീറ്റ്മെന്റ്സിന് ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ നിബന്ധനകൾക്ക് വിധേയമായിട്ട് നമുക്ക് അടിസ്ഥാന സംഖ്യ വരെ 15 ലക്ഷം വരെ നമുക്ക് ഇതിന്റെ കവറേജ് ഉണ്ട്. ഇനി നമ്മൾ അസുഖങ്ങളുടെ വെയിറ്റിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ 30 days ആണ് ഇതിന്റെ, 30 ദിവസമാണ് ഇതിന്റെ കാത്തിരിപ്പ്, പ്രാരംഭ കാത്തിരിപ്പ്, ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. 30 ദിവസം കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും ഇതിനകത്ത് കവർ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ IRDAയുടെ നിർദ്ദേശപ്രകാരം അവർ ലിസ്റ്റ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഡിസീസ് ഉണ്ട്, 10-20 തരം അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന് 24 മാസം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ കവറേജ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത്തരം ആളുകൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ചില ചെറിയ അസുഖങ്ങളാണെങ്കിൽ ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിലവിൽ ഉള്ളതായിട്ടുള്ള ചെറിയ അസുഖങ്ങൾക്ക് കവറേജ് കിട്ടണമെങ്കിൽ 2 വർഷം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇത് എവിടുന്നാണ് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് മാത്രമാണ് ഇത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സർട്ടിഫിക്കേഷനുള്ള പോസ്റ്റ്മാൻ വഴിയാണ് നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. വേറെ എവിടെ ചെന്നാലും നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നിലവിൽ എറണാകുളം ജില്ലയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഇത് ലഭ്യമാണ്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ തെരഞ്ഞെടുത്ത പോസ്റ്റ് ഓഫീസുകളിൽ മാത്രമാണ് മറ്റ് ജില്ലകളിൽ ഇത് കിട്ടുള്ളൂ. എല്ലാ പോസ്റ്റ് ഓഫീസിലും ഓടി ചെന്നത് കിട്ടിക്കൊള്ളാൻ നിർബന്ധമില്ല. എറണാകുളത്താണെങ്കിൽ എല്ലായിടത്തും കിട്ടും. മറ്റ് ജില്ലകളിലാണെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റ് ഓഫീസിലേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് അന്വേഷിക്കുക. അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവരോട് തന്നെ എവിടെയാണ് കിട്ടുക എന്നുള്ളത് അന്വേഷിച്ചറിഞ്ഞാൽ അവിടുന്ന് മാത്രമേ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ പോസ്റ്റ്മാൻ വഴിക്ക് മാത്രമാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു ടോപ്പ് പ്ലാൻ എന്നുള്ള രീതിയിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ വളരെ നല്ലൊരു ഇൻഷുറൻസ് പ്ലാൻ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രീമിയമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളൂ. നമുക്ക് ഓൾറെഡി 2 lakhന്റെ ഒരു പോളിസി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ടോപ്പ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഒരുവിധ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ചെറിയ പോളിസികളൊക്കെ എടുത്തിട്ടുള്ള ആളുകൾ, 1 ലക്ഷത്തിന്റെ 2 ലക്ഷത്തിന്റെ കവറേജ് എടുത്തിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഒരു ടോപ്പ് പോളിസികൾ കൂടെ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് 2 ലക്ഷത്തിന് മുകളിൽ വരുന്ന വലിയ ഹോസ്പിറ്റൽ ബില്ലൊക്കെ വരുന്ന ഒരു സമയത്ത് ഇതിന്റെ ഒരു ഗുണം നമുക്ക് കൂടുതലായിട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊരു സാധ്യത മാക്സിമം പ്രയോജനപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പ്ലാനിനെ കുറിച്ച് സംശയങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആയിട്ട്, ബ്രാഞ്ചായിട്ട് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഉള്ള പോസ്റ്റ് ഓഫീസായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ
കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. അതുപോലെ തന്നെ ആർക്കൊക്കെ ഇതിനകത്ത് ചേരാൻ സാധിക്കില്ല എന്നുള്ള ഒരു എക്സ്ക്ലൂഷൻ ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ എക്സ്ക്ലൂഷൻ ലിസ്റ്റ് പോയി നോക്കുക. അപ്പോൾ അത്ര അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചേരാനായിട്ട് സാധിക്കില്ല. പിന്നെ മൈൽഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ഇതിനകത്ത് ചേരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.